കാറ്റും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഗാനരചയിതാവ്, സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ അദ്ദേഹം കേരളത്തിലെ ചലച്ചിത്ര മേഖലയ്ക്കും സാംസ്കാരിക മേഖലയ്ക്കും വലിയ സംഭാവനകൾ നൽകിയിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 78 വയസ്സായിരുന്നു. 200ഓളം സിനിമകൾക്കായി 700-ൽ പരം ഗാനങ്ങൾ രചിച്ചു. തിരക്കഥാകൃത്ത്, സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും കേരളത്തിലെ അതേപോലെ തന്നെ ദേശീയ തലത്തിലെയും ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകി. ബാഹുബലി അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പ്രസാദ് കാളിദാസൻ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? എന്തായിരുന്നു മരണകാരണം? എവിടെ വെച്ചായിരുന്നു അന്ത്യം? പ്രശസ്ത സാഹിത്യകാരൻ എന്നതിനേക്കാൾ ഉപരി കവിത രചയിതാവ്, കവി എന്നൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. 52 വർഷത്തിന് മുകളിലുള്ള സിനിമാ പാരമ്പര്യം അല്ലെങ്കിൽ സിനിമാ അനുഭവവുമായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഹൃദയാഘാതം മൂലമാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിരുന്നാലും മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ അവസാന കാലത്ത് പോലും അദ്ദേഹം മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വലിയൊരു സാന്നിധ്യമായി അദ്ദേഹം നിലനിന്നിരുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സിനിമാ ആസ്വാദകർക്ക് ഏറെ ചിലപ്പോൾ പരിചയം കുറവായിരിക്കും. പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ളത് കൂടുതലും അവസാന കാലങ്ങളിലേക്കായി അല്ലെങ്കിൽ അവസാന ഒരു 20 വർഷക്കാലത്ത് അദ്ദേഹം കൂടുതലും തെലുങ്ക് സിനിമകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അതിൻ്റെ സംഭാഷണങ്ങളും അതിലെ ഗാനങ്ങളുമെല്ലാം അദ്ദേഹമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഖ്യാതി കൂടി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് താൻ വിവർത്തനം ചെയ്യുന്ന സിനിമകൾ, തെലുങ്ക് സിനിമകൾ, അത് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് മലയാള സിനിമയായി തന്നെ തോന്നണം എന്നുള്ളൊരു നിർബന്ധം കൂടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സംഭാഷണങ്ങളും അത് തെലുങ്ക് സിനിമയിൽ നിന്നും നേരെ വിവർത്തനം ചെയ്ത സംഭാഷണമായി പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നിയിരുന്നില്ല. അത്രത്തോളം മികച്ചതായി അദ്ദേഹം ആ വരികളും ആ സംഭാഷണങ്ങളും എല്ലാം അദ്ദേഹം എഴുതിയിരുന്നു. ഏറ്റവും അവസാനം രാജമൗലിയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ RRR വരെ അദ്ദേഹം സംഭാഷണങ്ങളും ഗാനങ്ങളുമെല്ലാം ചിട്ടപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. 700-ലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് വരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയൊരു പാട്ട് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയൊരു ഗാനം വലിയ രീതിയിൽ ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് എന്നുള്ള തരത്തിൽ വരെ എതിർ പാർട്ടികൾ വിമർശനം ഉന്നയിച്ച് അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി മീറ്റിങ്ങുകളിലെല്ലാം അതിടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ത്രിശങ്കു ലോകത്തെ തമ്പുരാട്ടി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതിയതാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് സംവിധായകൻ ഹരിഹരന്റെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടൊരു പാട്ട് എഴുതുകയും പിന്നീട് ആ ചിത്രത്തിന്റെ സംഗമം എന്ന് പറയുന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു പാട്ട് എഴുതുന്നത്. ഇതിനു മുമ്പ് തെമ്മാടി വേലപ്പൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ത്രിശങ്കു ലോകത്തെ തമ്പുരാട്ടി എന്ന ആ ഒരു പാട്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരെയാണ് എന്നുള്ള തരത്തിലാണ് വിമർശനം വരുന്നത്. പിന്നീട് സംഗമം എന്ന ചിത്രത്തിൽ ഹരിഹരന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ആ ഒരു പാട്ട് പിന്നീട് നിർമ്മാതാവ് PV ഗംഗാധരൻ ഇന്ദിരാഗാന്ധിക്ക് ഹിന്ദിയിൽ തർജ്ജമ ചെയ്ത് അയക്കുകയും വലിയ രീതിയിൽ ഇന്ദിരാഗാന്ധി സന്തോഷം പ്രകടിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അക്കാലത്ത് വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ പാത്രമായ ഒരാൾ കൂടിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു കാലത്ത് വയലാറെല്ലാം കൊടികുത്തി വാണിരുന്ന ആ ഒരു മേഖലയിലേക്കാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചെന്ന് തൻ്റെ സാന്നിധ്യം തെളിയിച്ചത് അല്ലെങ്കിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് പല മേഖലയിലേക്ക് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏത് രീതിയിൽ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകാം. അതിനു മുൻപ് സാനു കെ സജീവ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാനു, എപ്പോഴായിരുന്നു മരണം? എന്തായിരുന്നു മരണകാരണം? മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുകയാണ്. 78 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകുന്നേരം 4:55 മരണം സംഭവിച്ചത്.
ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രി വാസത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിൽ വീണുണ്ടായ പരിക്കിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ന്യൂമോണിയ ബാധയും അദ്ദേഹത്തിനുണ്ടായി. തുടർന്നാണ് ഇന്ന് വൈകുന്നേരം 4:45 മരണം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 200 ചലച്ചിത്രങ്ങളിലായിട്ട് 700ഓളം ഗാനങ്ങളാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ സംഭാവന ചെയ്യുന്നത്. 1947 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. തുടർന്ന് 1900 നിരവധി സംഭാവനകളാണ് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അദ്ദേഹം നൽകിയത്. തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. എന്തായാലും തുടർ നടപടികളിലായിട്ട് ആശുപത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയ ബാധയെ തുടർന്നായിരുന്നു അന്ത്യം. 1975 ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ എന്ന ഗാനം ഉൾപ്പെടെ 700ഓളം ഗാനങ്ങളാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നൽകിയത്. തുടർന്നുള്ള പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിന് വ്യക്തത വരും. സനീഷ്. വിമോചന സമരം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്രം. ഇപ്പോൾ സാനു സൂചിപ്പിച്ചതുപോലെ 1975 ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന ഗാനം, അത് ഇപ്പോഴും അത് പ്രശസ്തമായിട്ടുള്ള ഗാനം തന്നെയായി തുടരുന്നുണ്ട്. ഹരിഹരൻ സംവിധാനം ചെയ്തിട്ടുള്ള അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് അദ്ദേഹത്തിനെ ഏറെ പ്രശസ്തനാക്കി. പിന്നീട് ബാബുമോൻ എന്ന ചിത്രം പുറത്തു വന്നു. ഹരിഹരൻ എന്ന സംവിധായകന് വേണ്ടിയായിരുന്നു ഒരുപക്ഷേ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ചത് എന്ന് പറയാം. മങ്കൊമ്പിൻ്റെ വരികൾക്ക് ഏറ്റവും കൂടുതൽ തവണ ഈണം പകർന്നത് MS വിശ്വനാഥനായിരുന്നു. 10ഓളം ചിത്രങ്ങൾക്ക് കഥയെഴുതി, തിരക്കഥ എഴുതി. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് മങ്കമ്പ് ഗോപാലകൃഷ്ണനാണ്. നേരത്തെ പ്രസാദ് കാളിദാസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ മൊഴിമാറ്റുമ്പോൾ പോലും അതിൽ മലയാളിത്വം പൂർണ്ണമായും തികവോടുകൂടി ഉണ്ടാവണമെന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മങ്കമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച പാട്ടുകൾ നമ്മൾ അതിൻ്റെ പട്ടിക നിരത്തി നോക്കുമ്പോൾ തന്നെ എത്രത്തോളം പ്രശസ്തമായിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ തൂലിക ചലിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിന് വേണ്ടി MS വിശ്വനാഥൻ്റെ സംഗീതത്തിൽ 1975 ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്നുള്ള ചിത്രം. MS വിശ്വനാഥൻ്റെ സംഗീത സംവിധാനത്തിൽ വിമോചന സമരം എന്ന ചിത്രത്തിൽ പ്രപഞ്ചഹൃദയം എന്ന് തുടങ്ങുന്ന ഗാനം, അനുരാഗപരാഗങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം, അങ്ങനെ ഉള്ള ഗാനങ്ങളുടെ വലിയ നിരകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രസാദ് കാളിദാസൻ വയലാർ കൊടികുത്തി വാണിരുന്ന ഒരു ഘട്ടത്തിൽ അതിന് സമാന്തരമായിട്ട് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായ ശൈലിയുമായിട്ട് വന്ന് മലയാള ചലച്ചിത്ര ഗാനരചന മേഖലയിൽ ഏതൊക്കെ രീതിയിൽ പ്രശസ്തനാവുകയാണ് ഉണ്ടായത്? തീർച്ചയായും MS അതുതന്നെയാണ്. കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം വയലാർ അടക്കമുള്ള കവികൾ അത്രത്തോളം പയറ്റി തെളിഞ്ഞ ഒരു മേഖലയിലേക്ക് ഈ പുതുമുഖം അങ്ങോട്ട് കടന്നു വരുന്നു, തൻ്റെതായ ഒരു സ്ഥാനം അവിടെ കണ്ടെത്തുന്നു എന്ന് പറയുന്നത് അപ്രവചനീയമായ ഒരു കാര്യം കൂടി, അല്ലെങ്കിൽ പ്രവചനാതീതമായ ഒരു കാര്യം കൂടി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഗാനരചനാ മേഖലയിൽ അദ്ദേഹത്തിന് വെല്ലുവിളിയായി തീർന്നേക്കാവുന്ന ഭാഗങ്ങളിലേക്ക് കൂടി അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു സമയത്ത് MS ബാബുരാജ് സംഗീത സംവിധായകനായിരിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി അദ്ദേഹം മാപ്പിളപ്പാട്ട് വരെ അദ്ദേഹം എഴുതുകയുണ്ടായി. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഭാസ്കരൻ മാഷും യൂസഫ് അലി കേച്ചേരിയും എല്ലാം പയറ്റി തെളിഞ്ഞ ഒരു മേഖല കൂടിയാണ് ഈ ഒരു മാപ്പിളപ്പാട്ട് മേഖല. ആ ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹം ഒട്ടും വിട്ടുകൊടുക്കാതെ അദ്ദേഹം ഒരു മാപ്പിളപ്പാട്ട് എഴുതിയുണ്ടാക്കി. എത്രയോ നീണ്ട ഒരു യജ്ഞത്തിന് ശേഷമാണ്, വലിയൊരു ഗവേഷണത്തിന് ശേഷമാണ് അദ്ദേഹം പിന്നെ ആ ഒരു പാട്ടിലേക്കെല്ലാം കടന്നത്. അന്ന് മൊയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടുകൾ വരെ കൃത്യമായി പഠിച്ച് എങ്ങനെയാണ് ഈ ഒരു മാപ്പിളപ്പാട്ട് ഉണ്ടാക്കുക എന്നുള്ള തരത്തിലൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തമായ ഒരു മാപ്പിളപ്പാട്ട് എഴുതി ചിട്ടപ്പെടുത്തി. പിന്നീട് MS ബാബുരാജ് തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഒരു ഘട്ടമെല്ലാം ഉണ്ടായിരുന്നു. അത്രത്തോളം കഴിവുറ്റതായിരുന്നു, അത്രത്തോളം മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിത സബരിയ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാന കാലഘട്ടത്തിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ കേൾക്കുന്ന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തെലുങ്ക് ചിത്രങ്ങൾ മൊഴി മാറ്റി അതിലെ സംഭാഷണങ്ങളും ഗാനങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയ ഒരാളെന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ മറ്റൊരു കാലഘട്ടത്തിന് അദ്ദേഹം ഒരു
ഒരു നനുത്ത ഓർമ്മയാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം MS നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കിൽ എത്രത്തോളം പ്രണയമുണ്ട്, ആ വാക്കിൽ എത്രത്തോളം പ്രണയാത്മകമായാണ് ആ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ആ പാട്ട് മൊത്തം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ പാട്ടിൻ്റെ പ്രണയം, ആ പാട്ടിൽ എത്രത്തോളം പ്രണയം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. അത്തരത്തിലുള്ള 700-ലധികം പാട്ടുകളാണ് 200 സിനിമകളിലായി അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അവസാന കാലഘട്ടത്ത് ഇത്തരത്തിൽ ഈ ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ തർജ്ജമ അല്ലെങ്കിൽ മൊഴിമാറ്റ ഗാനങ്ങളാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും, അത്തരത്തിലുള്ള മൊഴിമാറ്റ സംഭാഷണങ്ങളാണ് കേന്ദ്രീകരിച്ചതെങ്കിലും ആ സംഭാഷണങ്ങൾ വരെ പിന്നീട് ഭയങ്കരമായി ശ്രദ്ധ നേടുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ബാഹുബലിയുടേതാണെങ്കിലും പിന്നീട് RRRൻ്റെതാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ സംഭാഷണങ്ങളടക്കം ആ ഒരു വിവർത്തനത്തിലെ മികവ് കൊണ്ട് ശ്രദ്ധ നേടുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. ഇപ്പോൾ അത്രയും അധികം കഴിവുറ്റ ഒരു കലാകാരനെ, ഒരു കവിയെ ഒക്കെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്, മലയാളികൾക്ക് നഷ്ടമായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. MS 200 സിനിമകളിലായി 700ഓളം ഗാനങ്ങൾ രചിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരിക്കുന്നു. നേരത്തെ അദ്ദേഹം വീട്ടിൽ വീണ പരിക്കേറ്റിരുന്നു. 1947 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ ജീവിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു നമ്മൾ ഇതുവരെ. മറ്റു വാർത്തകളിലേക്ക് കിടക്കാം. സമരം കടുപ്പിച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുള്ള പ്രതിഷേധത്തിന് പിന്നാലെ 3ാം ഘട്ട സമര പ്രഖ്യാപനം നടത്തി സമരസമിതി. 20-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് നീങ്ങാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. അതിനിടയിൽ ഓണറേറിയത്തിലെ നിബന്ധനകൾ പിൻവലിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടങ്ങി 36ാം ദിവസമാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള ഉപരോധം. സർക്കാരും CPIM-ഉം ചെലുത്തിയ ഭീഷണികൾ മറികടന്നായിരുന്നു പ്രതിഷേധം. അവകാശങ്ങൾ